ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും എൻട്രിയുടെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ ആൻഡ് ഡീറ്റെയിലിംഗ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സന്തോഷ് സേതുമാധവൻ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ഗ്രാജുവേറ്റ്സ്, ബിടെക് ഗ്രാജുവേറ്റ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബ് ഇൻഫർമേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. കേരളത്തിലെ ഗവൺമെന്റ് പോളിടെക്നിക്കുകളിൽ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക്കുകളിൽ ലെക്ചററായി കയറാനുള്ള അവസരം ഈ വർഷം അവസാനത്തോടുകൂടെ നമുക്ക് PSC നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നേരത്തെ തന്നെ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സിലബസിലുള്ളത്, എങ്ങനെയാണ് പരീക്ഷ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ടെക്നോളജി ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് നിർബന്ധമായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന്, തൊട്ടു മുൻപ് നടന്ന സമാന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഇതുവരെ 112 അഡ്വൈസേഴ്സ് പോയിട്ടുണ്ട്. അതായത് 112 അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞാൽ 112 പേരെ ഗവൺമെന്റ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് കേരള PSC. ഇതിൽ 27/7/2024 മുതൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഇത്. 3 വർഷത്തെ കാലാവധിയാണ് PSC റാങ്ക് ലിസ്റ്റുകൾക്കുള്ളത്. അത് 2027 അവസാനിക്കും. ഇപ്പൊ 2027 ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ അടുത്ത വർക്കിംഗ് ഡേ മുതൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. ആ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ അതിനു മുൻപേ തന്നെ, റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ പരീക്ഷ നടക്കണം. അങ്ങനെ പരീക്ഷ നടന്ന് റാങ്ക് ലിസ്റ്റ് ഇവാലുവേഷൻ നടന്ന് റാങ്ക് ലിസ്റ്റ് റെഡി ആവണം. അപ്പോൾ നമുക്ക് ഈ വർഷം 2026 അവസാനത്തോടുകൂടെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. 2027 ആദ്യ പകുതിയിൽ തന്നെ പരീക്ഷ നടക്കും. തുടക്കത്തിൽ തന്നെ പരീക്ഷ നടക്കും. പരീക്ഷ നടന്ന് 2027 പകുതിയോടുകൂടെ റാങ്ക് ലിസ്റ്റ് വരും. ആ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ നടക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ എഞ്ചിനീയേഴ്സിന് പ്രത്യേകിച്ച് ഞാനിത് പറയാൻ കാര്യം, ആസ് ആൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഐ നോ, ഈ എഞ്ചിനീയേഴ്സിന് പ്രത്യേകിച്ച് ഈ PSC രീതികളെ കുറിച്ചൊന്നും വലിയ പരിചയം കാണില്ല. നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത്, പിന്നീട് നമ്മൾ ഏതെങ്കിലും ഗവൺമെന്റ് ജോബിന് വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമേ PSCയുടെ ഈ നോട്ടിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കൂ. PSCയെ സംബന്ധിച്ച് നമ്മളൊരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു PSC നോട്ടിഫിക്കേഷൻ ഒരു ജോബിന് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആണ്, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, എനിക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ഫൈനൽ ഇയർ ആയിട്ടുള്ള ആളുകൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞാൽ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അരിയേഴ്സും സപ്ലി ഒന്നും പാടില്ല കേട്ടോ, അതെല്ലാം തീർത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ, ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് എല്ലാ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, 2026 അവസാനത്തോടുകൂടെ നോട്ടിഫിക്കേഷൻ വരും, PSC നോട്ടിഫിക്കേഷൻ വരും. ഏർലി 2027 എക്സാം നടക്കും. 2027 പകുതിയോടുകൂടെ കറണ്ട് റാങ്ക് ലിസ്റ്റ്, നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്ന് പുതിയ റാങ്ക് ലിസ്റ്റിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നമുക്കുള്ള സമയം എന്ന് പറയുന്നത് ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങണം. അപ്പോൾ 2026 അവസാനം, ഈ വർഷം അവസാനമല്ലേ നോട്ടിഫിക്കേഷൻ വരുന്നത്, എന്നിട്ട് പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. നമ്മളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ സെമസ്റ്റർ എക്സാമിന്റെ തലേന്ന് ബുക്ക് എടുത്ത് പഠിച്ചിട്ട് പരീക്ഷ എഴുതി പാസ്സായ ആളുകളൊക്കെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവസാനത്തെ ദിവസത്തേക്ക് വയ്ക്കും പഠനം. PSC പരീക്ഷയ്ക്ക് അങ്ങനെ പറ്റില്ല. ഇത് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്ന, നമ്മുടെ ജോലിയെ തീരുമാനിക്കുന്ന, ഭാവിയെ തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്. അപ്പോൾ ഒരുപാട് പേര് എത്രയോ മുമ്പ് പഠിച്ചു തുടങ്ങിയവരുണ്ടാവും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്കൊരു 3 മാസം മുതൽ 5 മാസം വരെയാണ് പരമാവധി ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടുക. നോട്ടിഫിക്കേഷനും പരീക്ഷയ്ക്കും ഇടയിൽ കിട്ടുന്ന സമയം, ആ സമയം പോരാ നമ്മൾ ഇതുപോലൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എത്രത്തോളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. കേരളത്തിലെ കോളേജുകൾ മാത്രമല്ല, മലയാളികൾ പോയി പഠിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ടെക്നോളജി ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഒക്കെ ഈ പരീക്ഷ എഴുതുവാണെങ്കിൽ, അതിൽ കുറേ പേര് ഈ പരീക്ഷ എഴുതുവാണെങ്കിൽ ഇത് വളരെ വലിയൊരു പരീക്ഷയാണ്. അപ്പോൾ നല്ല പ്രിപ്പറേഷൻ വേണം. നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കരുത്, ഇപ്പോൾ തുടങ്ങണം പ്രിപ്പറേഷൻ. ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സിലബസ് നെറ്റിൽ അവൈലബിൾ ആണ്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുന്നിൽ വയ്ക്കണം. ഈ ഒരു എക്സാമിൻ്റെ സിലബസ്, കഴിഞ്ഞ തൊട്ടു മുമ്പ് നടന്ന പരീക്ഷയുടെ സിലബസ്, അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. ആ സിലബസ് എടുത്ത് മുന്നിൽ വെച്ച് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. നമ്മളത് ഇവിടെ വളരെ ചുരുക്കി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോസ്റ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്.
ഏതൊരു ജോലിയുടെയും പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ സാലറിയാണ്. ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സാലറി സ്കെയിൽ കാണിച്ചു തരാം. സ്കെയിൽ ഓഫ് പേ 15,600 മുതൽ 39,100 വരെ എന്ന് കാണുമ്പോൾ ചില ആളുകൾ നെറ്റി ചുളിക്കും. 15,600 ഉള്ളൂ സ്റ്റാർട്ടിംഗ് സാലറി. ഈ സ്കെയിൽ ഓഫ് പേ എന്നൊക്കെ പറയുന്നത് കുറേ മുൻപത്തെ സ്കെയിൽ ഓഫ് പേ ആണ്, അത് പരിഷ്കരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതിലൊക്കെ മാറ്റം വന്നു. കാരണം ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ ഗവൺമെൻറ് പോസ്റ്റുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിൻ്റെ ഗവൺമെൻറ് പോസ്റ്റുകളുടെ സാലറി സ്കെയിലിൽ തീരുമാനമെടുക്കുന്നത് AICTE ആണ്. നമുക്കറിയാം AICTE എന്ന് പറഞ്ഞാൽ നമ്മളെ എഞ്ചിനീയേഴ്സിനെ തൊട്ടിട്ട് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബോഡിയാണ്, നാഷണൽ ലെവലിലെ ഏറ്റവും വലിയ ബോഡിയാണ്. അവരാണ് ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ എന്താണ് തീരുമാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലറി സ്കെയിൽ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഗവൺമെൻറ് സെക്ടറിൽ മിനിമം എത്ര കൊടുക്കണം എന്നൊക്കെയുണ്ട്. അക്കാദമിക് ഗ്രേഡ് പേ എന്നുള്ള രീതിയിലൊക്കെ പറയും. ഇപ്പോൾ നിലവിൽ 56,000 രൂപയുടെ അടുത്ത് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഗവൺമെൻറ് സെക്ടറിൽ ജോലിക്ക് കയറുമ്പോൾ സാലറി സ്കെയിലിൽ വേണം. ഈ 56,000 രൂപയുടെ അടുത്ത് നമുക്ക് ബേസിക് പേ സാലറി കിട്ടും എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഓക്കെ, ശമ്പള പരിഷ്കരണമൊക്കെ വരുമ്പോൾ അതിലും കൂടും. അപ്പൊ ഈ ബേസിക് പേയുടെ പുറമെ ഡിയർനെസ് അലവൻസ് ഏകദേശം 46% ഡിയർനെസ് അലവൻസ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഡിയർനെസ് അലവൻസ് 35 to 46% ലഭിക്കുന്നുണ്ട്. ഡിയർനെസ് അലവൻസ് ലഭിക്കും. HRA ഹൗസ് റെന്റ് അലവൻസ് ലഭിക്കും. ഇങ്ങനെ ഒരുപാട് അലവൻസുകളെല്ലാം ചേർത്തിട്ട് ഏകദേശം 75,000 80,000 വരെ നമ്മുടെ ടോട്ടൽ സാലറി ഗ്രോസ് സാലറിയിലേക്ക് പോകും. 75,000 80,000 അതിൽ നിന്ന് ചില കട്ടിങ്സ് വരും, ചില ഡിഡക്ഷൻസ് വരും. നാഷണൽ പെൻഷൻ സ്കീമിലേക്കും അതേപോലെ PF പ്രൊവിഡന്റ് ഫണ്ടിലേക്കും ഒക്കെ കട്ടിങ് വന്നിട്ട് മെഡിസെപ്പിലേക്ക് അത് നമ്മുടെ ഇൻഷുറൻസിലേക്കൊക്കെ കട്ടിങ് വന്ന ശേഷം നമുക്ക് കയ്യിൽ കിട്ടുന്നത് ഒരു 65,000 രൂപ. 65,000 രൂപ അറൗണ്ട് ഒരു പോളിടെക്നിക് ലെക്ചറർക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാവുന്ന സാലറി ആയിട്ട്, എന്താ ഇൻ ഹാൻഡ് സാലറി എന്നുള്ള രീതിയിൽ നമ്മൾ പറയും, സാലറി ആയിട്ട് ലഭിക്കും. ആലോചിച്ച് നോക്കിയേ, ബിടെക് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾക്ക് ഇത്രയും സാലറിയിൽ ഒരു ജോബ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? അതും വളരെ സേഫായിട്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ പണി എന്താ? പോളിടെക്നിക്കിൽ ഡിപ്ലോമ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക. ഐഡിയ മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് പ്രൊമോഷൻ പോസ്റ്റുകളാണ്. പോളിടെക്നിക് ലെക്ചറായിട്ട് നമ്മൾ കയറിയിട്ട് പിന്നെ പ്രൊമോട്ടറായിട്ട് HOD ആയും പോളിടെക്നിക്കിൻ്റെ പ്രിൻസിപ്പളായിട്ടും ഒക്കെ മാറാൻ പറ്റുന്ന രീതിയിൽ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടും പ്രിൻസിപ്പളായിട്ടും ഒക്കെ മാറാൻ പറ്റുന്ന രീതിയിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ഗസറ്റഡ് പോസ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം. കാരണം നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോഴേ, ഞാൻ പ്രത്യേകം നേരത്തെ പറഞ്ഞില്ല, എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് PSC ജോബുകളെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ 15,600 സാലറി ഉള്ളോ, ഇതിനേക്കാൾ സാലറി നമുക്ക് വേറെ പ്രൈവറ്റ് സെക്ടറിൽ കിട്ടുമല്ലോ എന്നൊക്കെ ചിന്തിക്കും. ഇതല്ല നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ജോബിന് അപ്ലൈ ചെയ്യുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി, ഡിഗ്രി ഈസ് BE, ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ BTech, ബാച്ചലർ ഓഫ് ടെക്നോളജി ആണ് കേട്ടോ. ഇതിന് കുറേ പേര് ചോദിക്കുന്ന സംശയമാണ്, അപ്പോൾ IT-കാർക്ക് എഴുതാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം മാത്രമേ നമുക്ക് അതിൽ ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റൂ. കാരണം ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് വേറെയുണ്ട്. ടെക്നിക്കൽ എഡ്യൂക്കേഷന് കീഴിൽ തന്നെ പോളിടെക്നിക്കൽ IT ഡിപ്പാർട്ട്മെന്റ് വേറെ ഉള്ളതുകൊണ്ട് IT CSE ഇക്വാലൻസ് തീരുമാനം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ ഉറപ്പിച്ച് പറയാൻ പറ്റൂ. കമ്പ്യൂട്ടർ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട പല ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അപ്ലൈഡ് ബ്രാഞ്ചസ് ഉണ്ടല്ലോ. അപ്ലൈഡ് ബ്രാഞ്ചിലുള്ളവർക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി ഡിഗ്രിയുമായിട്ട് ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിലെ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റി ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ് നൽകിക്കഴിഞ്ഞാൽ അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിലവിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് ഓൾറെഡി കേരള PSC എഴുതാനുള്ള പ്രായം 40 ആക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 43-44 വയസ്സ് വരെയൊക്കെ ഇവിടെ നമുക്ക് ഹയർ ഏജ് ലിമിറ്റ് പ്രതീക്ഷിക്കാം, മാറ്റം പ്രതീക്ഷിക്കാം പുതിയ നോട്ടിഫിക്കേഷനിൽ. ഒപ്പം റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന SC ST OBC വിഭാഗങ്ങൾക്കൊക്കെ അതിനേക്കാൾ കൂടുതൽ 46 വയസ്സ് വരെയോ ഒക്കെ അല്ലെങ്കിൽ 48 വയസ്സ് വരെയൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നിലവിൽ PSC പരീക്ഷകളുള്ളത്. അപ്പോൾ കുറേ മുമ്പ് പഠിച്ചിറങ്ങിയ ആളുകൾക്കും ഫ്രഷായിട്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾക്കുമൊക്കെ ഈ പരീക്ഷ എഴുതാനായിട്ട് പറ്റും. പോളിടെക്നിക്കൽ ലെക്ചറർ ആവാനായിട്ട് പറ്റും. ഒരു പരീക്ഷയാണ്, ഒറ്റ പരീക്ഷ, 100 മാർക്കിൻ്റെ പരീക്ഷ. അത് OMR എക്സാം ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ആയിട്ടോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആയിട്ടോ നടത്താം. ഓൺലൈൻ ടെസ്റ്റിന് സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണെങ്കിൽ OMR എക്സാമിലേക്ക് പോവാം. ഓക്കെ, ഇത് അത് അപ്ലിക്കേഷൻ്റെ എണ്ണമൊക്കെ വന്ന ശേഷം PSC എടുക്കുന്ന തീരുമാനമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടത്തുന്നത് എങ്കിൽ
ഓൺലൈനായിട്ട് നമുക്ക് ഓൺ സ്ക്രീനിൽ ഓപ്ഷൻ ടിക്ക് ചെയ്ത് പോയാൽ മതിയാവും. OMR ആണെങ്കിൽ നമ്മൾ പേപ്പറിൽ കറുപ്പിക്കണം, അതേ ഉള്ളൂ വ്യത്യാസം. ഈ 100 മാർക്കിൽ നമ്മുടെ കോർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നിന്ന് 70 മാർക്കും ബേസിക് എഞ്ചിനീയറിംഗിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നും 30 മാർക്കും. അതെന്താ, നമ്മൾ പോളിടെക്നിക്കിലാണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനാണെങ്കിലും പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 2-3 സെമസ്റ്ററുകൾ നമ്മൾ ബേസിക് എഞ്ചിനീയറിംഗ് പഠിക്കുന്നില്ലേ? ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവരും ആദ്യത്തെ 2 സെമസ്റ്ററിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ഒക്കെ ബേസ് പഠിക്കുന്നില്ലേ? ആ ബേസിക് എഞ്ചിനീയറിംഗിൽ നിന്നാണ് 30 മാർക്ക് പ്ലസ് മാത്തമാറ്റിക്സ് M1 M2 M3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാത്സ് പഠിക്കുന്നില്ലേ? അതിൽ സിമ്പിൾ ആയിട്ടുള്ള മാത്സ്, അത്രയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഈ M1 M2 M3 എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇപ്പോൾ പേടിക്കും. എത്ര കഷ്ടപ്പെട്ട് എഴുതിയെടുത്ത പേപ്പറാ, പുറകെ നടന്ന് എത്ര സപ്ലി എഴുതിയതാന്നൊക്കെ പറയും. അത്രയൊന്നും വേണ്ട, സിമ്പിൾ മാത്സ് മതി. ഓക്കെ, അവിടുന്ന് ഒരു 30 മാർക്കും കോർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ നിന്ന് 70 മാർക്കും. ഞാൻ ആദ്യം പറഞ്ഞ 30 മാർക്ക് 10 മാർക്ക് മാത്തമാറ്റിക്സ്, 10 മാർക്ക് സിവിൽ ആൻഡ് മെക്ക് ബേസിക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നിന്ന് 10 മാർക്ക്. അതായത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധമില്ലാത്ത 4 ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ആ ബ്രാഞ്ചസിൽ നിന്ന് 10 20 മാർക്കും മാത്സിൽ നിന്നൊരു 10 മാർക്കും. മാത്സിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസ്, മെട്രൈസസ്, ഡിറ്റർമിനൻസ്, ബൈനോമിയൽ സീരീസ്, ട്രിഗ്നോമെട്രി, ഇങ്ങനെയുള്ള ഏരിയാസ് ആണ് വരുന്നത്. ഇതിനൊക്കെ ഞാൻ പ്രത്യേകം പറയുവാണ്, നമ്മൾ ഈ ഒരു കോഴ്സ് നോട്ടിഫിക്കേഷൻ പറയുന്നതിനോടൊപ്പം തന്നെ എൻട്രിയിൽ ഗോൾഡ് ബാച്ചസ് അടുത്ത ദിവസം മുതൽ ആരംഭിക്കുന്നു. എൻട്രിയിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ ലിങ്കിലോ കോൺടാക്ട് ചെയ്തിട്ട് ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാം. എൻട്രിയിൽ ഗോൾഡ് ബാച്ചസ്, വളരെ സ്പെഷ്യാലിറ്റീസ് ഉള്ള ഗോൾഡ് ബാച്ചസ് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിന് മാത്രമായിട്ട് പ്രത്യേക മെന്റർഷിപ്പോടുകൂടി അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബേസിക് എഞ്ചിനീയറിംഗ് ഒക്കെ എല്ലാം കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ട് പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കോഴ്സ് ആരംഭിക്കുകയാണ്. കോർ സിലബസ് 70 മാർക്കിന്റെ കോർ സിലബസിനെ നമ്മൾ 3 ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നോക്കിയാൽ ഇതിനകത്ത് വരുന്നത് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് 14 മാർക്ക്, ആർക്കിടെക്ചർ ആൻഡ് സിസ്റ്റംസിൽ നിന്ന് 14 28 മാർക്ക്, സോഫ്റ്റ്വെയർ ആൻഡ് വെബ് ടെക്നോളജിയിൽ നിന്ന് 14 28 മാർക്ക്, അങ്ങനെ ടോട്ടൽ 70 മാർക്ക് ഇവിടുന്ന് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ഒരു സിലബസ് ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. നമ്മൾ കോഴ്സ് ആരംഭിക്കുന്ന സമയത്ത് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഇതിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെമസ്റ്ററുകളിൽ പഠിച്ചെഴുതിയ കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. എല്ലാം ഈ 100 മാർക്കിന്റെ കാര്യങ്ങളിലും നമ്മൾ എഞ്ചിനീയറിംഗ് പീരീഡിൽ പഠിച്ചവയാണ്. ഇതൊക്കെ സെം എക്സാം എഴുതി പാസ്സായവരാണ് നമ്മൾ. അതൊക്കെ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കണമെന്നേ ഉള്ളൂ. 4 കൊല്ലം ഇരുന്ന് ഇത്രയധികം പേപ്പേഴ്സ് എഴുതി പാസ്സായ നമ്മളെ സംബന്ധിച്ച് ഈ ചുരുങ്ങിയ ഈ ഒരു 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതോ എഴുതുക എന്ന് പറയുന്നതോ ഒരു വലിയ കാര്യമല്ല എന്ന് ആദ്യം തിരിച്ചറിയുക. ഞാനത് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഐ എം വെരി മച്ച് പ്രൗഡ് ഓഫ് മീ ടു ഈസ് ആൻ എഞ്ചിനീയർ. എനിക്ക് വളരെ അഭിമാനമാണ് ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ. കാരണം ഇത് നമുക്ക് പറ്റും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ഉറപ്പാണ്. എൻട്രിയുടെ എഞ്ചിനീയറിംഗ് കോഴ്സിൽ, പോളിടെക്നിക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിൽ എൻട്രിയുടെ എല്ലാ പ്രധാനപ്പെട്ട കോഴ്സുകളിലും ഉള്ളതുപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കൺസെപ്ച്വൽ വാക്ക് ത്രൂ, പ്രോബ്ലം സോൾവിങ് ആൻഡ് ലൈവ് ഇൻ്ററാക്ഷൻ സെഷൻസ് ആണ്. കൃത്യമായി നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും കൺസെപ്റ്റ്സിലൂടെ കടന്ന് ഡീപ്പ് ഡൈവ് ചെയ്തു പോകുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് സെഷൻസ്, പ്രോബ്ലം സോൾവിങ് ലൈവ് സെഷൻസ്, പ്രോബ്ലം സോൾവിങ് സെഷൻസ്, PYQ സെഷൻസ്, ലൈവ് ഇൻ്ററാക്ഷൻ വിത്ത് ഫാക്കൽറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഴ്സാണ് ഗോൾഡ് ബാച്ച് യൂസേഴ്സിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കോഴ്സിലേക്ക് നിങ്ങൾ കയറുമ്പോൾ കുറേ ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ളവർക്കും പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് ടച്ച് വിട്ടുപോയവരുണ്ടാവും, പണ്ട് പഠിച്ചതായിരിക്കും, വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആ വർഷങ്ങൾ കഴിഞ്ഞ് വരുന്നവർക്ക് നേരിട്ട് കോഴ്സിലേക്ക് കയറാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഗോ ത്രൂ പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ്. നമുക്ക് ആ ഒരു ടച്ച് കിട്ടാൻ വേണ്ടി പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് പിന്നെയാണ് പതുക്കെ കോഴ്സിലേക്ക് കയറുന്ന രീതിയിൽ. അപ്പോൾ അതിനാണ് നമുക്ക് അത്രയും സമയം വേണം. ഇപ്പോൾ മുതലേ നമ്മൾ പഠിച്ചു പോകണം. പിന്നെ മൊഡ്യൂൾ വൈസ് ഓരോ മൊഡ്യൂളും കഴിയുമ്പോൾ എക്സാംസ്, ഓരോ ദിവസവും ഓരോ റെക്കോർഡഡ് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുമ്പോഴും അതിന് താഴെ അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ഉണ്ടാവും. വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും, മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ടാവും, റിവിഷൻ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ തുടങ്ങി മൊഡ്യൂൾ വൈസ് ടെസ്റ്റുകൾ തുടങ്ങി ഒരുപാട് ടെസ്റ്റുകൾ. പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, പഠിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതിനാണ് ഈ ടെസ്റ്റുകൾ. ഓക്കെ, അങ്ങനെ അതിൽ ഏറ്റവും പ്രധാനം ഞാൻ എടുത്തു പറയുന്നത് ദിസ് മെന്റർഷിപ്പ് സപ്പോർട്ട്. നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ പുറകെ നടന്ന് നിരീക്ഷിക്കാൻ ഒരു മെന്റർ ഉണ്ടാവും. നമുക്കതിൻ്റെ ആവശ്യം വരും പലപ്പോഴും. തുടക്കത്തിൽ ആവേശത്തിൽ നമ്മൾ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടിയന്മാരാവും, അലസന്മാരാവും. പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ പെട്ടെന്ന് അലസന്മാരായി പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മുടെ പുറകെ വന്നിട്ട് നമ്മൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇല്ലെങ്കിൽ മെന്റേഴ്സ് നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ പുറകെ ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാനും
അവിടെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകാനും നിങ്ങൾക്ക് മെന്റലി നിങ്ങൾ ഡൗൺ ആയാൽ വിളിച്ച് സംസാരിക്കാനും ഒക്കെ ആയിട്ട് എൻട്രിയുടെ ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് ഈ കോഴ്സിന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു ഗോൾഡ് ബാച്ച് കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് പോളിടെക്നിക് ലെക്ചറർ എന്ന് പറയുന്ന പോസ്റ്റ് ബിടെക് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും, ഇപ്പോൾ എംടെക് ഗ്രാജുവേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ് ഓൾസോ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനമാണ് ബിടെക്കുകാരെ സംബന്ധിച്ച് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങണം? നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യരുത്. ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞ് അതിന് വെയിറ്റ് ചെയ്യാതെ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് നൗ. താഴെയുള്ള ലിങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എൻട്രിയുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള കോഴ്സ് പ്ലാനിൽ നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾക്ക് ഇൻ കേസ് യു ഹാവ് ടു ടോക്ക് വിത്ത് മീ, നിങ്ങൾക്ക് ഈ എക്സിക്യൂട്ടീവ്സിനോട് സംസാരിച്ചിട്ട് എന്നോട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാരിഫിക്കേഷൻ ഈ കോഴ്സിനെ കുറിച്ച് ആസ് ആൻ എഞ്ചിനീയർ ആൻഡ് എഡ്യൂക്കേറ്റർ ഇൻ എൻട്രി നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും, പേഴ്സണലി നൽകാനായിട്ട് സാധിക്കും. അങ്ങനെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനുണ്ടാവും, ഞങ്ങളുണ്ടാവും, എൻട്രിയുടെ എല്ലാ ഫാക്കൽറ്റിയും ഈ കോഴ്സിനൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. സി യു ഇൻസൈഡ് ദ കോഴ്സ്, സി യു ഇൻസൈഡ് ദ എൻട്രി ആപ്പ്. This is Sandhu Sedumadhavan signing off on behalf of Entry. Thank you all.